ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സംസ്ഥാനങ്ങളിലൊന്നാണ് ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡിൻ്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഇപ്പോൾ മഞ്ഞിൽ പുതഞ്ഞാണ് കിടക്കുന്നത്. എന്നാൽ ഇവിടുത്തെ രാഷ്ട്രീയ ഹൃദയത്തിൽ ഈ മഞ്ഞെല്ലാം ഉരുക്കാൻ പോകുന്ന ചൂടാണിപ്പോൾ. ഉത്തരാഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിനെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. ഹിമാലയൻ സംസ്ഥാനമായ ഉത്തരാഖണ്ഡിലെ ജനങ്ങളുടെ ജീവിതത്തിൽ കാറ്റ് വഹിക്കുന്ന പങ്ക് നിർണായകമാണ്. അപ്രതീക്ഷിതമായി ഇതുപോലുണ്ടാകുന്ന മഞ്ഞുവീഴ്ചയിലും പ്രളയത്തിലുമൊക്കെ ഹിമാലയ സാനുക്കളിൽ നിന്ന് വീശുന്ന കാറ്റിൻ്റെ പങ്ക് നിർണായകമാണ്. ഉത്തരാഖണ്ഡിലെ രാഷ്ട്രീയത്തിലും ഇപ്പോൾ കാറ്റ് ആഞ്ഞു വീശുകയാണ്. അത് മാറ്റത്തിനു വേണ്ടിയുള്ള കാറ്റാണോ അതോ ചരിത്രം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള കാറ്റാണോ? सो उठाणो भगत ऐगे उठा जागा उत्तराखंडियों सो उठाणो भगत ऐगे. ഗഡ്വാളി നാടോടി സംഗീതത്തിന്റെ ഇതിഹാസ ഗായകൻ നരേന്ദ്ര സിംഗ് നേഗിയെ പോലെ ഉത്തരാഖണ്ഡ് രാഷ്ട്രീയത്തിന്റെ സ്പന്ദനങ്ങൾ അടുത്തറിയാവുന്ന രാഷ്ട്രീയ നിരീക്ഷകർ വിരളമാണ്. അതിനാലാണ് ഉത്തരാഖണ്ഡിന്റെ ഇത്തവണത്തെ രാഷ്ട്രീയ മനസ്സറിയുന്നതിനുള്ള യാത്ര നേഗിയിൽ നിന്ന് ആരംഭിച്ചത്. തീപാറുന്ന തെരഞ്ഞെടുപ്പ് പോരാട്ടമാണ് ഉത്തരാഖണ്ഡിൽ. ഗംഗയും യമുനയും സ്ഫുടം ചെയ്തിറങ്ങുന്ന നാട്ടിൽ ഭരണം പിടിക്കുന്നത് അഭിമാന പ്രശ്നമാണ് ബിജെപിക്കും കോൺഗ്രസിനും. സംസ്ഥാനം രൂപം കൊണ്ട ശേഷം കോൺഗ്രസും ബിജെപിയും ഉത്തരാഖണ്ഡിനെ മാറി മാറി ഭരിച്ചു. 70 അംഗ നിയമസഭയിൽ 57 എന്ന വ്യക്തമായ ഭൂരിപക്ഷവുമായാണ് കഴിഞ്ഞ തവണ ബിജെപി അധികാരത്തിലെത്തിയത്. കോൺഗ്രസിന് 11 സീറ്റുകൾ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയുടെ നേതൃത്വത്തിലാണ് ഇത്തവണ ബിജെപി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. 5 വർഷത്തിനിടെ 3ാമത്തെ മുഖ്യമന്ത്രിയായി കഴിഞ്ഞ ജൂലൈ മാസത്തിലാണ് ധാമി ചുമതലയേറ്റത്. ക്ലീൻ ഇമേജിന് ഉടമയായ ധാമിയുടെ വ്യക്തിപ്രഭാവം വോട്ടായി മാറുമെന്നാണ് ബിജെപിയുടെ പ്രതീക്ഷ. 45ാമത്തെ വയസ്സിലാണ് ധാമി ഉത്തരാഖണ്ഡിന്റെ മുഖ്യമന്ത്രിയാകുന്നത്. സംസ്ഥാനത്തെ 50%-ലധികം വോട്ടർമാരും ധാമിയേക്കാൾ പ്രായം കുറഞ്ഞവരാണ്. മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങളിലേക്ക് യുവാക്കളും സ്ത്രീകളും വലിയ തോതിലെത്തുന്നത് ബിജെപിയുടെ പ്രതീക്ഷകൾ വാനോളം ഉയർത്തുന്നു. അഭിപ്രായ സർവേകൾ കോൺഗ്രസിന് നേരിയ മേൽക്കൈ പ്രവചിക്കുന്നുണ്ടെങ്കിലും ബിജെപി അധികാരത്തിലെത്തുമെന്ന കാര്യത്തിൽ പുഷ്കർ സിംഗ് ധാമിക്ക് ഒരു സംശയവുമില്ല. വെല്ലുവിളികളില്ലാത്ത തെരഞ്ഞെടുപ്പിൽ 60-ലധികം സീറ്റുകൾ ബിജെപി നേടുമെന്ന് ധാമി അവകാശപ്പെടുന്നു. हम पूरे प्रदेश के अंदर प्रचार में जा रहे हैं और सभी जगह लोगों का रुझान एक तरफा भारतीय जनता पार्टी की तरफ है और हम आश्वस्त हैं इस बार बड़ी विक्ट्री होने वाली, ग्रैंड विक्ट्री. മാറ്റത്തിന്റെ കാറ്റ് ഉത്തരാഖണ്ഡിൽ ആഞ്ഞു വീശുമെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ആരെയും പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഹരീഷ് റാവത്ത് എന്ന അതിഗായകന്റെ നേതൃത്വത്തിലാണ് കോൺഗ്രസ് പോരാട്ടം കടുപ്പിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഹരീഷ് റാവത്തും പുഷ്കർ സിംഗ് ധാമിയും തമ്മിലുള്ള പോരാട്ടമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. എന്നാൽ അത്തരം വിലയിരുത്തലുകളോട് ഹരീഷ് റാവത്തിന് വിയോജിപ്പാണ്. In Uttarakhand, it is the election between the people of Uttarakhand and the Bhajpa, because Bhajpa, it is a Bhajpa banam Uttarakhand, Uttarakhand ki janta, people of Uttarakhand, they are against the BJP, and in fact we are just symbolize that change. That is നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പഞ്ചാബിൽ കാലിടറിയാൽ പോലും ദേവഭൂമിയായ ഉത്തരാഖണ്ഡ് കൈവിടില്ല എന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ ഉറച്ച വിശ്വാസം. ഡെറാഡൂണിലെ ന്യൂ കണ്ടോൺമെന്റ് റോഡിലാണ് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിമാരുടെ ഔദ്യോഗിക വസതി. ആ വസതിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവിടെ താമസിച്ചിരുന്ന ഒരാളൊഴികെ മറ്റാർക്കും കാലാവധി പൂർത്തിയാക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. വാസ്തുദോഷം ഭയന്ന് ഹരീഷ് റാവത്ത് ആകട്ടെ മനോഹരമായ ആ കെട്ടിടത്തിൽ ഒരു ദിവസം പോലും താമസിച്ചിട്ടില്ല. ഉത്തരാഖണ്ഡ് നിയമസഭയുടെ 22 വർഷത്തെ ചരിത്രത്തിൽ 11 മുഖ്യമന്ത്രിമാരാണ് സംസ്ഥാനം ഭരിച്ചത്. ചുരുങ്ങിയ കാലയളവിൽ ഇത്രയധികം മുഖ്യമന്ത്രിമാരെ കണ്ട മറ്റൊരു സംസ്ഥാനവും ഇല്ലെന്ന് തന്നെ പറയാം. 2002 മുഖ്യമന്ത്രിയായ നാരായൺ ദത്ത് തിവാരി ഒഴികെ മറ്റൊരു മുഖ്യമന്ത്രിയും ഉത്തരാഖണ്ഡിൽ കാലാവധി പൂർത്തിയാക്കിയിട്ടില്ല എന്ന പ്രത്യേകതയുമുണ്ട്. 3 മുഖ്യമന്ത്രിമാരാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഉത്തരാഖണ്ഡ് ഭരിച്ചത്.
ത്രിവേന്ദ്ര സിംഗ് റാവത്ത്, തിരത് സിംഗ് റാവത്ത്, പുഷ്കർ സിംഗ് ധാമി മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് നീക്കിയത് എന്തുകൊണ്ടാണെന്ന് പദവി നഷ്ടപ്പെട്ടവർക്ക് പോലും ഇതുവരെയും മനസ്സിലായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. മുഖ്യമന്ത്രിമാരെ മാറ്റാനുള്ള തീരുമാനം BJPയുടെയും RSSന്റെയും കേന്ദ്ര നേതാക്കളുടേതായതിനാൽ ആരും പരസ്യമായി എതിർക്കുന്നില്ല. മുഖ്യമന്ത്രിമാർ മാറിയാലും നടപ്പാക്കപ്പെടുന്നത് BJPയുടെ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളാണെന്നാണ് മന്ത്രിസഭയിലെ ഒന്നാം സ്ഥാനം നഷ്ടപ്പെട്ടവരിൽ ഒരാളായ ത്രിവേന്ദ്ര സിംഗ് റാവത്തിന്റെ അഭിപ്രായം. पहले वाले मुख्यमंत्री ने उसी पर काम किया और आज जो मुख्यमंत्री हैं वो उसी पर काम कर रहे हैं और तेज़ी से काम कर रहे हैं. इसलिए मैं समझता हूँ कि जो चेंज किया गया है, आज भारतीय जनता पार्टी कहती है कि हम 60 पार जाएंगे, तो नए मुख्यमंत्री आए हैं तो उसी के आधार पर टारगेट फिक्स किया गया है. മഹാരാഷ്ട്രയിൽ ദേവേന്ദ്ര ഫട്നാവിസിനെയും ഗോവയിൽ പ്രമോദ് സാവന്തിനെയും മുഖ്യമന്ത്രിമാരാക്കിയപ്പോൾ BJPയിൽ സീനിയർ നേതാക്കളെ ഒതുക്കുന്നതായി പ്രതീതി ഉണ്ടായിരുന്നു. മഹാരാഷ്ട്രയിൽ അത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കുകയും ചെയ്തു. മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിൽ നടന്നത് ഉത്തരാഖണ്ഡിലും ആവർത്തിക്കുമോ എന്ന ആശങ്ക ചില BJP നേതാക്കൾക്കെങ്കിലുമുണ്ട്. കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ ഹരീഷ് റാവത്ത് മുഖ്യമന്ത്രിയാകുമെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. എന്നാൽ സംസ്ഥാന നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് प्रीतम सिंह उल्पड़े ഒരു പിടി നേതാക്കൾ മുഖ്യമന്ത്രി സ്ഥാനം മോഹിക്കുന്നവരാണ്. देखिए, राष्ट्रीय नेतृत्व ने निर्णय लिया है कि हम सामूहिक नेतृत्व में चुनाव लड़ेंगे और 2022 में जब हम सरकार बनाएंगे तब विधानमंडल दल और राष्ट्रीय नेतृत्व तय करेगा कि किसको जिम्मेदारी सौंपनी. മുഖ്യമന്ത്രി പദവിയിലിരുന്ന് തെരഞ്ഞെടുപ്പിനെ നേരിട്ട ആരും വിജയിച്ചിട്ടില്ല എന്നത് ഉത്തരാഖണ്ഡിലെ മറ്റൊരു രാഷ്ട്രീയ കൗതുകം. ഈ ചരിത്രം ഇത്തവണ പുഷ്കർ സിംഗ് ധാമി തിരുത്തിക്കുറിക്കുമോ എന്നാണ് സംസ്ഥാനം ഉറ്റുനോക്കുന്നത്. ഇതാണ് ബ്രഹ്മകമൽ തൊപ്പി, ഉത്തരാഖണ്ഡിന്റെ സ്വന്തം തൊപ്പി. ഇക്കഴിഞ്ഞ റിപ്പബ്ലിക് ദിന പരേഡ് വീക്ഷിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയത് ഈ തൊപ്പി ധരിച്ചാണ്. 2014 മുതൽ ഉത്തരാഖണ്ഡിൽ നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും BJPക്ക് വലിയ വിജയം കരസ്ഥമാക്കുന്നതിൽ പ്രധാന പങ്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കാണ്. ഇത്തവണയും ഉത്തരാഖണ്ഡിൽ മോദി തരംഗം ആഞ്ഞു വീശുമോ? അതേക്കുറിച്ച് ഒരു ഇടവേളയ്ക്ക് ശേഷം പരിശോധിക്കാം. ആദ്യഘട്ടത്തിൽ BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊന്നി നിന്നത് വികസന വിഷയങ്ങളിലായിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിച്ചതോടെ മോദി, ദേശീയത, ഹിന്ദുത്വം എന്നിവ BJPയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് വിഷയങ്ങളായി മാറി. കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും അധികാരത്തിലുള്ള പാർട്ടിയുടെ ഭരണം നടത്തിയ ഡബിൾ എഞ്ചിൻ വികസനം ഉയർത്തിയായിരുന്നു തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടങ്ങളിൽ BJPയുടെ പ്രചാരണം. റോഡ്, റെയിൽവേ, ആരോഗ്യം എന്നീ മേഖലകളിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ എണ്ണി പറഞ്ഞായിരുന്നു വോട്ടർമാരെ സമീപിച്ചത്. എന്നാൽ പ്രചാരണം രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നതോടെ വർഗീയ വിഷയങ്ങൾ BJP നേതാക്കൾ ശക്തമായി ഉന്നയിച്ചു തുടങ്ങി. മുസ്ലിം പ്രീണനം നടത്തുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്നാണ് BJP നേതാക്കളുടെ പ്രധാന ആക്ഷേപം. कांग्रेस हमेशा ऐसी पॉलिसी अडॉप्ट करती है जिससे उसको वो ये चाहती है कि एक जो पर्टिकुलर कोई कास्ट है उसका 100% वोट हमको स्विफ्ट हो जाए. यानी वो 100% वोट को स्विफ्ट करने के लिए वो इस तरह के काम करती है. ये आज नहीं, शुरू से कांग्रेस की हिस्ट्री रही है, एक इतिहास रहा है. आज भी उत्तराखंड के अंदर कांग्रेस ने पहले कहा जब वो सरकार में थे, जुम्मे की नमाज की छुट्टी होनी चाहिए, यानी जुम्मे के दिन 1.5 घंटे की छुट्टी होनी चाहिए. उसके बाद कल एक नया इश्यू आया जिसमें कांग्रेस के एक व्यक्ति ने कांग्रेस ज्वाइन की जो चुनाव लड़ रहे थे निर्दलीय के रूप पे. उनको कांग्रेस ने अपना वाइस प्रेसिडेंट उत्तराखंड कांग्रेस बना दिया. उन्होंने उसके बाद कहा कि जो मैं कांग्रेस के अंदर आज आया हूँ, मेरी कंडीशनल आया हूँ. पहली कंडीशन ये है, सहजपुर के अंदर कांग्रेस की अगर सरकार आएगी तो मुस्लिम यूनिवर्सिटी बनेगी. दूसरा उन्होंने कहा कि वहाँ एक बड़ी मस्जिद बनेगी. यानी कांग्रेस इस चुनाव को हिंदू मुस्लिम बनाना चाहती है. മുസ്ലിം വംശഹത്യക്ക് ആഹ്വാനം ചെയ്ത വിദ്വേഷ പ്രസംഗമുയർന്ന ധർമ്മസൻസദ് നടന്നത് ഉത്തരാഖണ്ഡിലെ ഹരിദ്വാറിലാണ്. വ്യാപകമായ വിമർശനമുയർന്ന വിദ്വേഷ പ്രസംഗം ഹരിദ്വാറിൽ പോലും ഒരു തെരഞ്ഞെടുപ്പ് വിഷയമല്ല. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാന റൗണ്ട് പോളിംഗിന് തൊട്ടുമുമ്പ് പരമ്പരാഗതമായ പഹാഡി വസ്ത്രമണിഞ്ഞ് ഉത്തരാഖണ്ഡിലെ കേദാർനാഥിലെത്തി ധ്യാനമിരുന്ന നരേന്ദ്രമോദിയുടെ ദൃശ്യങ്ങൾ ഹിന്ദു വോട്ടർമാരിൽ ചെലുത്തിയ സ്വാധീനം രാജ്യം കണ്ടതാണ്. എന്നാൽ ഇത്തവണ കേദാർനാഥിലും ബദരീനാഥിലും ഉൾപ്പെടെ BJP ശക്തമായ വെല്ലുവിളിയാണ് നേരിടുന്നത്. ഗംഗോത്രി, യമുനോത്രി, ബദരീനാഥ്, കേദാർനാഥ് എന്നിവ ഉൾപ്പെടെ 51 ക്ഷേത്രങ്ങളുടെ ഭരണം സർക്കാർ ഏറ്റെടുത്ത
ചാർധാം ദേവസ്ഥാനം മാനേജ്മെന്റ് ആക്ട് പുഷ്കർ സിംഗ് ധാമി സർക്കാർ പിൻവലിച്ചുവെങ്കിലും ഒരു വിഭാഗം പൂജാരിമാർ BJPക്കെതിരെ ശക്തമായ പ്രചാരണമാണ് നടത്തുന്നത്. നരേന്ദ്രമോദിക്ക് നൽകുന്ന പിന്തുണ സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ BJPക്ക് നൽകാൻ സന്യാസിമാർ ഉൾപ്പെടെ പലരും തയ്യാറാകുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. मोदी के आने के बाद हिंदू को बहुत लाभ है कि मॉडर्न से चढ़ के नहीं बोल रहे हैं, बेचारे हैं तो हमारे भाई वो भी हिंदू से बने हैं मुसलमान, क्या सिर्फ एक रूप बने नूर तो सबका है. यहाँ तो जाति भांति संसार में बनाया गया है, तो हैं तो हमारे भाई वो भी. ये नेता लोग भड़काते हैं, हिंदू मुस्लिम करके लड़ाई झगड़े करवाते हैं. मोदी जी आने से बिल्कुल शांत है हर चीज़. നരേന്ദ്രമോദിക്ക് എന്നതുപോലെ തന്നെ ഉത്തരാഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പ് രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും നിർണായകമാണ്. ഹിന്ദി ഹൃദയഭൂമിയിൽ കോൺഗ്രസിന് തിരിച്ചു വരണമെങ്കിൽ ഉത്തരാഖണ്ഡിലെ പാർട്ടിയുടെ വിജയം അനിവാര്യമാണ്. ഉത്തരാഖണ്ഡിൽ പാർട്ടി പരാജയപ്പെട്ടാൽ കോൺഗ്രസിനുള്ളിൽ രാഹുലിനും പ്രിയങ്കയ്ക്കുമെതിരായ വിമർശനം ശക്തമാകും. ഹിന്ദുമത വിശ്വാസികളെ ഒപ്പം നിർത്തുന്നതിനുള്ള ഭഗീരഥ ശ്രമത്തിലാണ് കോൺഗ്രസ്. ബ്രാഹ്മണ, രജപുത്ര, ഠാക്കൂർ വോട്ടുകൾ ലക്ഷ്യമാക്കിയാണ് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് നീക്കങ്ങൾ. ബ്രാഹ്മണ സമുദായത്തിന്റെ സാമൂഹ്യ സാമ്പത്തിക പിന്നാക്കാവസ്ഥയെക്കുറിച്ച് പഠിക്കാൻ പ്രത്യേക കമ്മീഷൻ രൂപീകരിക്കുമെന്നതാണ് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഒന്ന്. എല്ലാ തീർത്ഥാടന കേന്ദ്രങ്ങളിലും പരശുരാമന്റെ പ്രതിമ സ്ഥാപിക്കുമെന്നതാണ് മറ്റൊരു വാഗ്ദാനം. നിർണായകമായ ദളിത്, ജാട്ട്, സിഖ് വോട്ടുകൾ തെരഞ്ഞെടുപ്പിൽ എങ്ങോട്ട് മറിയുമെന്ന ആശങ്ക രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട്. പരമ്പരാഗതമായി ഉത്തരാഖണ്ഡിലെ മുസ്ലിം വോട്ടുകൾ കോൺഗ്രസിന് അനുകൂലമായാണ് പോൾ ചെയ്യാറ്. അത് ഇത്തവണയും തുടരും. വോട്ടർമാർക്കിടയിൽ കാണുന്ന നിശബ്ദത ചില അത്ഭുതങ്ങൾക്ക് വഴിവെച്ചേക്കാമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നു. Last 2017 election, two factors was most important. One is that Hindu Muslim, that majority of people voted for BJP because of Modi also and because of this Hindu issue also. This time Congress is trying that their focus should be on development issue. So mainly this time the people are very silent. So as a political expert I can tell you that this time people can come out with some surprise also. അപ്രതീക്ഷിതമായ കാലാവസ്ഥയിലുണ്ടാകുന്ന വ്യതിയാനമാണ് തെരഞ്ഞെടുപ്പ് പ്രവചനം അസാധ്യമാക്കുന്ന മറ്റൊരു ഘടകം. ഉത്തരാഖണ്ഡിലെ 13 ജില്ലകളിൽ 4 മാത്രമാണ് സമതലത്തിലുള്ളത്. 9 മലയോര ജില്ലകളാണ്. മലയോര മേഖലകളിലെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും കനത്ത മഞ്ഞുവീഴ്ചയാണ്. ഇത് തുടർന്നാൽ പോളിംഗിനെ അത് സാരമായി ബാധിക്കും. പർവ്വതനിരകളിൽ നിന്ന് സമതലങ്ങളിലേക്കുള്ള ജനങ്ങളുടെ പലായനം, ഗുരുതരമായ പാരിസ്ഥിതിക വിഷയങ്ങൾ, ഉത്തരാഖണ്ഡ് സംസ്ഥാനം നേരിടുന്ന 2 പ്രധാനപ്പെട്ട വിഷയങ്ങളാണിവ. ഇവ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്നു പരിശോധിക്കാം ഒരു ഇടവേളയ്ക്ക് ശേഷം. ഇത് ജഗദീഷ് ബിഷ്ട്. ഉത്തരാഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ടിങ്ങിനായി എനിക്കൊപ്പം സഞ്ചരിക്കുന്ന മാതൃഭൂമി ന്യൂസിൻ്റെ ക്യാമറാമാൻ. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടോളം കാലമായി എൻ്റെ സഹപ്രവർത്തകനാണ് ജഗദീഷ്. മനോഹരമായ ദൃശ്യങ്ങൾ പകർത്തുന്ന ജഗദീഷിനെ ക്യാമറയ്ക്ക് പിന്നിൽ നിന്ന് മുന്നിലെത്തിച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതിന് ഒരു കാരണമുണ്ട്. ഉത്തരാഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സജീവ ചർച്ചയാകുന്ന പലായനമെന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനാണ് ജഗദീഷിനെ ക്യാമറയ്ക്ക് മുന്നിലെത്തിച്ചത്. ഉത്തരാഖണ്ഡിലെ മുക്തേശ്വർ സ്വദേശിയാണ് ജഗദീഷ്. പർവ്വതനിരകളിൽ നിന്ന് സമതലങ്ങളിലേക്ക് പലായനം ചെയ്ത ലക്ഷക്കണക്കിന് ഉത്തരാഖണ്ഡുകാരിൽ ഒരാൾ. കുമയോൺ മേഖലയിൽ നിന്ന് 18 വർഷം മുമ്പാണ് ജഗദീഷ് കേരളത്തിലെത്തുന്നത്. ദക്ഷിണേന്ത്യയിലേക്കുള്ള മാറ്റത്തിന് പിന്നിലെ കാരണം എന്തെന്ന ചോദ്യത്തിന് വിശദീകരണം ഇങ്ങനെ. അവിടെ നല്ല കോളേജുകളില്ല. കോളേജുകൾ കുറേ ദൂരെയാണ്. ഒരു 10-40 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് നല്ല കോളേജുകൾ ഉള്ളത്. പിന്നെ അവിടെ സ്ഥിരം വരുമാന മാർഗ്ഗമൊന്നുമില്ല. ആകെ ഉള്ളത് കൃഷിയാണ്. കൃഷി എന്ന് പറഞ്ഞാൽ വർഷത്തെ ഒരിക്കലും മാത്രമേ അതിന് ഇതുണ്ടാവുള്ളൂ, വളം എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ നല്ല ഹോസ്പിറ്റൽസ് ഒന്നുമില്ല. ഹോസ്പിറ്റൽ ഒരു 10-70 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ മാത്രമേ നല്ല ഹോസ്പിറ്റൽ ഉണ്ടാവുള്ളൂ. 2011 ശേഷം ഉത്തരാഖണ്ഡിലെ പൗഡി, ടെഹരി, അൽമോഡ എന്നീ ജില്ലകളിൽ നിന്ന് 10%-ലധികം ജനങ്ങളാണ് പലായനം ചെയ്തത്.
734 ഗ്രാമങ്ങളിൽ ജനസംഖ്യയിൽ കുറവ് രേഖപ്പെടുത്തി. ഉത്തർപ്രദേശിന്റെ ഭാഗമായിരുന്നപ്പോൾ മലയോര ജില്ലകൾ അവഗണിക്കപ്പെടുന്നുവെന്ന് ആരോപിച്ചായിരുന്നു ഉത്തരാഖണ്ഡ് സംസ്ഥാന രൂപീകരണത്തിനായുള്ള പ്രക്ഷോഭം നടന്നത്. ഉത്തരാഖണ്ഡ് രൂപീകൃതമായതിനു ശേഷവും വികസന വിഷയങ്ങളിൽ മലയോര ജില്ലകളോടുള്ള അവഗണന തുടരുന്നുവെന്ന ആക്ഷേപം ശക്തം. डॉक्टरों की कमी है, डॉक्टर पहाड़ों में जाना नहीं चाहते, तो लोगों को फिर धीरे धीरे उतर के नीचे मैदानों की तरफ अपने स्वास्थ्य के लिए, अपनी बीमारी के लिए, अपने बुज़ुर्गों की बीमारी के लिए मैदानों की तरफ उतरना पड़ता है, जहाँ सुविधाएं हैं, जहाँ स्वास्थ्य है, डॉक्टर की सुविधाएं हैं, और एजुकेशन की भी एक समस्या है. पहाड़ से सारे लोग इधर शिक्षा के लिए देहरादून की तरफ, दिल्ली की तरफ आ रहे हैं. സംസ്ഥാനത്തിന്റെ ഗ്രാമീണ മേഖലകളിൽ തൊഴിലില്ലായ്മ രൂക്ഷമാണ്. നഗരങ്ങളിലേക്ക് കുടിയേറിയ പലരും ലോക്ക്ഡൌണിൽ തൊഴിൽ നഷ്ടപ്പെട്ടപ്പോൾ വീണ്ടും ഗ്രാമങ്ങളിലേക്ക് മടങ്ങി. തിരികെ എത്തുന്നവർക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുള്ള സർക്കാർ പദ്ധതികൾ കടലാസിലൊതുങ്ങി. തെരഞ്ഞെടുപ്പിൽ ഇതെങ്ങനെ പ്രതിഫലിക്കുമെന്ന ആശങ്ക രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട്. ഉത്തരാഖണ്ഡിലെ 85% പ്രദേശങ്ങളും പ്രളയം ഉൾപ്പെടെ കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള അപകട സാധ്യതാ മേഖലകളിലാണ്. പക്ഷേ ഗുരുതരമായ ഈ പരിസ്ഥിതി വിഷയങ്ങൾ തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാകുന്നില്ല. ടിപ്കോ ജനകീയ പ്രസ്ഥാനത്തിന് ഊർജം നൽകിയ നാടിനാണ് ഈ ദുരവസ്ഥ. It combines with the very unscrupulous kind of a development, infrastructure development, and that combines together. Because earlier we had construction, infrastructure development, totally not the machine based. It is today, earlier it was a tool we used to use, but today we have huge machines that we have been using. It makes the whole ecosystem very more vulnerable. Now, I would say that the forest cover, which we of course claiming that we are a very good forest cover, but I would say the species is an issue, because if major part of the whole Uttarakhand is covered with the cheed pine. ചെറുതും വലുതുമായ നിരവധി പ്രകൃതി ദുരന്തങ്ങൾക്കാണ് ഉത്തരാഖണ്ഡ് വേദിയായിട്ടുള്ളത്. 2013 കേദാർ മേഘവിസ്ഫോടന ദുരന്തത്തിൻ്റെയും 2021 ചമോലിയിൽ മഞ്ഞുമല അടിഞ്ഞുണ്ടായ ദുരന്തത്തിൻ്റെയും മുറിവുകൾ ഉണങ്ങിയിട്ടില്ലെങ്കിലും ഓർമ്മകൾ ജനങ്ങളിൽ നിന്ന് മാഞ്ഞു തുടങ്ങിയെന്നതാണ് അത്ഭുതം. ആവർത്തിച്ചുണ്ടാകുന്ന ദുരന്തങ്ങൾ കാരണം ഈ പ്രദേശത്തെ ഭൂപ്രകൃതിയിലും ഘടനയിലും മാറ്റം വന്നതായാണ് പഠനങ്ങളുടെ കണ്ടെത്തൽ. ഗഡ്വാളിലെ അതിലോലമായ ഭൂഘടനയിലാണ് ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ടുകളിലൊന്നായ തെഹരി സ്ഥിതി ചെയ്യുന്നത്. തെഹരി അണക്കെട്ടിന് വലിയൊരു ഭൂകമ്പത്തെ അതിജീവിക്കാനായില്ലെങ്കിൽ ഉത്തരാഖണ്ഡ് തരിപ്പണമാവും. ഹിമാലയത്തിൻ്റെ പാരിസ്ഥിതിക ദുർബലത കണക്കിലെടുക്കാത്ത നിർമ്മാണ പ്രവർത്തനങ്ങളും കാലാവസ്ഥാ വ്യതിയാനവും സൃഷ്ടിക്കുന്ന ആശങ്ക ചെറുതല്ല. എന്നിട്ടും ഒരു രാഷ്ട്രീയ പാർട്ടിയും ഈ വിഷയങ്ങൾ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാക്കുന്നില്ല. I'll say these poor guys do not have time, because they have many other things to struggle for their tickets, for their chair, for their leadership, and so many things. Unfortunately, it is because of the current political structure we have in this country. A political leader is more, have to struggle more on the other issues rather than the issues of the public. And even in the public, they have issues like road, infrastructure development, hospital, education. They always the ecological and environmental issues in the country as a whole. It's not Uttarakhand I am talking, because we have been whole country's environment we are talking about. But you see, it is not the way we are supposed to pay. We are an ecological state, because we are 71% forests, they claim. We have Ganga, Yamuna, major important rivers which feed all the country. So it is very ecologically important state in the country. പഠനങ്ങളുടെയോ ബോധവൽക്കരണത്തിൻ്റെയോ കുറവല്ല, മറിച്ച് സർക്കാരുകളുടെ അനാസ്ഥയാണ് ഉത്തരാഖണ്ഡിൽ ഉണ്ടാകുന്ന പല പ്രകൃതി ദുരന്തങ്ങൾക്കും കാരണം. മലനിരകൾ നിറഞ്ഞ ഈ ഭൂപ്രകൃതിയിൽ പരിസ്ഥിതിക്ക് അനുയോജ്യമായ ആസൂത്രണം ചെയ്ത വികസനമാണ് അനിവാര്യം. പരിസ്ഥിതിയെ മറന്നുള്ള ഒരു വികസനവും ഇവിടെ ഭൂഷണമല്ല.
തെരഞ്ഞെടുപ്പിന് ശേഷം ആരധികാരത്തിൽ വന്നാലും പരിസ്ഥിതി വിഷയങ്ങളെ ക്രിയാത്മകമായി സമീപിച്ചില്ല എങ്കിൽ ദേവഭൂമി പ്രേതഭൂമിയായി മാറും. അതിന് ഇടവരാതിരിക്കട്ടെ എന്ന് ആശിക്കുന്നു. വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.